നമ്മൾ കഴിഞ്ഞ സെക്ഷനിൽ പറഞ്ഞത് പി ടൈപ്പ് സെമി കണ്ടക്ടറുകളും എൻ ടൈപ്പ് സെമി കണ്ടക്ടറുകളും എന്താണ് എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ നമുക്ക് അടുത്തതായിട്ട് പഠിക്കാനുള്ളത് പി എൻ ജംഗ്ഷനാണ്. അതായത് പി ടൈപ്പ് സെമി കണ്ടക്ടറുകളുടെയും എൻ ടൈപ്പ് സെമി കണ്ടക്ടറുകളുടെയും ഒരു സങ്കരം. അത് രണ്ടും കൂടി കൂടിച്ചേരുമ്പോൾ അതിന് എന്തുണ്ടാവും, പിയുടെയും എന്നിൻ്റെയും ഇടയിൽ എന്താവും, ഒരു ജംഗ്ഷൻ ഉണ്ടാവും. അപ്പോൾ ഒരു പി എൻ ജംഗ്ഷൻ എങ്ങനെ ഫോം ചെയ്യാം, എന്താണ് പി എൻ ജംഗ്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്, എങ്ങനെയാണ് പി എൻ ജംഗ്ഷൻ ഉണ്ടാവുന്നത്, എന്താണ് പി എൻ ജംഗ്ഷൻ്റെ വർക്കിംഗ്, ഏതാണ് പി എൻ ജംഗ്ഷൻ്റെ ടെർമിനൽസ് എന്നൊക്കെ ഉള്ളതാണ്. എങ്ങനെയാണ് പി എൻ ജംഗ്ഷൻ വർക്ക് ചെയ്യുന്നത്, ഏതൊക്കെ ബയാസിങ് എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ സെക്ഷനിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം പി എൻ ജംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു പി ടൈപ്പും ഒരു എൻ ടൈപ്പും കൂടി ചേർന്നിട്ടാണ് നമുക്ക് എന്താവുക, പി എൻ ജംഗ്ഷൻ ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ പിയും എന്നും അട്രാക്റ്റ് ചെയ്യും എന്ന് നമുക്കറിയാം അല്ലേ. അപ്പോൾ എങ്ങനെയാണ് അതിൻ്റെ കൺസ്ട്രക്ഷൻ എന്ന് ആദ്യം നമുക്ക് നോക്കാം. ഓക്കെ, ഇതാണ് പി എൻ ജംഗ്ഷൻ്റെ കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. അതായത് ഒരു പി ടൈപ്പ് സിലിക്കൺ അല്ലെങ്കിൽ ഒരു എൻ ടൈപ്പ് സിലിക്കൺ അല്ലെങ്കിൽ ഒരു പി ടൈപ്പ് സെമി കണ്ടക്ടർ അല്ലെങ്കിൽ ഒരു എൻ ടൈപ്പ് സെമി കണ്ടക്ടർ എടുത്തു വെച്ചിട്ട് അത് രണ്ടും കൂടി എന്ത് ചെയ്യാണ്, യോജിപ്പിക്കുക. അപ്പോൾ അതിൻ്റെ സെൻറ്റർ പോർഷനിൽ എന്തുണ്ടാവും, ഒരു ജംഗ്ഷൻ ഉണ്ടാവും. അതിൻ്റെ പി ടൈപ്പ് ജംഗ്ഷൻ സ്ഥലത്ത് ഒരു ടെർമിനലും ഉണ്ടാവും, അതുപോലെ എൻ ടൈപ്പ് ടെർമിനലും ഉണ്ടാവും. രണ്ട് ടെർമിനൽസ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇതാണ് രണ്ട് ടെർമിനൽസ്, ഒന്ന് പിയിലെ ടെർമിനലും അതുപോലെ എന്നിലെ ടെർമിനലും. ഇനി അതുപോലെ സെൻറ്ററിൽ ഒരു ജംഗ്ഷൻ ഉണ്ടാവും. ഈ ജംഗ്ഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പി എൻ ജംഗ്ഷൻ എന്ന് പറയുന്നത്. ആ ജംഗ്ഷൻ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, എന്താണ് ആ ജംഗ്ഷൻ്റെ ഫംഗ്ഷൻ എന്നുള്ളതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഡീറ്റെയിൽ ആയിട്ട് പിന്നെ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ പോസിറ്റീവ് ടൈപ്പിൽ അല്ലെങ്കിൽ പോസിറ്റീവ് ചാർജ് ഉള്ള സ്ഥലത്തുള്ളതിനെ നമ്മൾ എന്ത് പറയുന്നു, ആനോഡ് എന്നും, അതുപോലെ നെഗറ്റീവ് ചാർജിൻ്റെ അതായത് എൻ ടൈപ്പ് സെക്ഷനിൽ ഉള്ള ടെർമിനലിനെ നമ്മൾ കാഥോഡ് എന്ന് പറയുന്നു. ഈ പി എൻ ജംഗ്ഷൻ എന്ന് ബേസിക്കലി പറയുന്നത് ഡയോഡിനെയാണ്. നമ്മൾ പി എൻ ജംഗ്ഷൻ ഡയോഡ് എന്നാ പറയും. ഓക്കെ, അതിൻ്റെ പേര് ഡയോഡ് എന്നാണ്. അപ്പോൾ ആ ഡയോഡിൻ്റെ ഒരു ടെർമിനൽ കാഥോഡും ഒരു ടെർമിനൽ ആനോഡും ആയിരിക്കും. അതിൻ്റെ ബേസിക് സിമ്പിളാണ് എന്ത് ഈ കാണിച്ചിട്ടുള്ളത്. ഓക്കെ, ആനോഡ് ഉണ്ട്, ഇത് പോസിറ്റീവ് ടെർമിനൽ എന്ന് പറയുന്നത് ഈ ടെർമിനലാണ്, നെഗറ്റീവ് ടെർമിനൽ എന്ന് പറയുന്നത് ഒരു ലൈനുള്ള ഈ ടെർമിനലാണ്. അപ്പോൾ ആ നെഗറ്റീവ് ടെർമിനലിനെ നമ്മൾ കാഥോഡ് എന്നും അതുപോലെ പോസിറ്റീവ് ടെർമിനലിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ആനോഡ് എന്നുമാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് എന്താണ് പി എൻ ജംഗ്ഷൻ അല്ലെങ്കിൽ പി എൻ ജംഗ്ഷൻ ഡയോഡ് എന്ന് നോക്കാം. അതിൽ ഓരോ സെക്ഷനായിട്ട് നമുക്ക് നോക്കുമ്പോൾ എ പി എൻ ജംഗ്ഷൻ ഡയോഡ് ഈസ് ഫോംഡ് when a p-type semiconductor is fused with an n-type semiconductor, it creating a potential barrier voltage across it diode junction. അതായത് ഒരു പി ടൈപ്പ് സെമി കണ്ടക്ടറിനെ ഒരു എൻ ടൈപ്പ് സെമി കണ്ടക്ടറുമായി ഫ്യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ രണ്ടിൻ്റെയും ഇടയിൽ എന്താണ്, ഒരു പൊട്ടൻഷ്യൽ ബാരിയർ ഫോം ചെയ്യാൻ. അപ്പോൾ അവിടെ എന്തുണ്ടാവും, അതിൻ്റെ സെൻട്രലായിട്ട് ഒരു ബാരിയർ ഫോം ചെയ്തിട്ട് എന്തുണ്ടാവും, ഒരു ജംഗ്ഷൻ രൂപീകരിക്കും. ആ ജംഗ്ഷൻ ഉള്ള ഈ മെറ്റീരിയലിനെ നമ്മൾ പറയുന്ന പേരാണ് എന്ത്, പി എൻ ജംഗ്ഷൻ എന്ന്. ഇഫ് an abrupt charge in impurity type from acceptors, അതായത് പി ടൈപ്പ് ടു ഡോണേഴ്സ് occurs within a single crystal structure. അതായത് രണ്ടും, അതായത് പി ടൈപ്പ് അക്സെപ്റ്ററിൽ നിന്നുണ്ടായ ടൈപ്പ് ഓഫ് സെമി കണ്ടക്ടേഴ്സും ഡോണറിൽ നിന്നുണ്ടായ സെമി കണ്ടക്ടറിനും കൂടി ഒരൊറ്റ ക്രിസ്റ്റൽ സ്ട്രക്ചറിൽ കാണിക്കുന്നതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, പി എൻ ജംഗ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, എ പി എൻ ജംഗ്ഷൻ ഈസ് ഫോംഡ് on the p side the holes constitute a dominant carrier, so is called the majority carriers. അതായത് പി ടൈപ്പിൽ നമുക്കറിയാം, പി ടൈപ്പ് എന്ന് പറയുന്ന സ്ഥലത്ത് എന്താണ്, ഒരു മെജോറിറ്റി കാരിയേഴ്സ് എന്ന് പറയുന്നത് ഹോളാണ്. അതായത് പോസിറ്റീവ് ചാർജുള്ള ഹോൾസ് ആണ് എന്തായിട്ട് എടുക്കുന്നത്, നമ്മൾ
മെജോറിറ്റി കാരിയേഴ്സ് ആയിട്ട് എടുക്കുന്നത്. അതുപോലെ തന്നെ നെഗറ്റീവ് സൈഡിൽ നമ്മൾ മെജോറിറ്റി കാരിയേഴ്സ് ആയിട്ട് എടുക്കുന്നത് ഇലക്ട്രോൺസും ആണ്. അപ്പോൾ ഇൻ കേസ് ഓഫ് പി ടൈപ്പ് സെമി കണ്ടക്ടർ ഹോൾസ് എന്താവുമ്പോൾ മെജോറിറ്റി കാരിയേഴ്സ് ആവുമ്പോൾ അതിൻ്റെ ഇടയിൽ എന്തുണ്ടാവും? മൈനോറിറ്റി കാരിയേഴ്സ് ആയിട്ട് ആരുണ്ടാവും? ഇലക്ട്രോൺസ് ഉണ്ടാവും. അതുപോലെ തന്നെ എൻ ടൈപ്പിൽ ഇലക്ട്രോൺസ് മെജോറിറ്റി കാരിയേഴ്സ് ആവുമ്പോൾ അതുപോലെ തന്നെ അവിടെ മൈനോറിറ്റി കാരിയേഴ്സ് ആയിട്ട് ആരും ഉണ്ടാവും? ഹോൾസും ഉണ്ടാവും. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് ബയാസിംഗ് ആണ്. അപ്പോൾ ഈ ബയാസിംഗ് എന്ന് പറയുന്നതിൻ്റെ മുന്നേ നമ്മൾ അതിൽ സീറോ ബയാസിംഗ് ആണ് ഫസ്റ്റ് പറയുന്നത്. അപ്പോൾ ആ സീറോ ബയാസിംഗ് എന്ന് പറഞ്ഞാൽ ഒരു ഡയോഡിൻ്റെ സ്ട്രക്ചർ തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഈ സീറോ ബയാസിങ്ങിൽ തന്നെയാണ് എങ്ങനെയാണ് നമ്മൾ ഈ ഫിഗർ തന്നെയാണ് നമ്മൾ എന്തിനു യൂസ് ചെയ്യുന്നത്? എങ്ങനെയാണോ എന്തുണ്ടാവുന്നത്, ബാരിയർ പൊട്ടൻഷ്യൽ ഉണ്ടാവുന്നത് എന്ന് പറയുന്നത്. അപ്പോൾ ആ ജംഗ്ഷനിൽ ഡിപ്ലീഷൻ ലെയർ എന്ന് പറയുന്ന ലെയർ അടിയിൽ നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും ഒരു പ്രത്യേക സെക്ഷനിൽ. ഈ ഒരു സെക്ഷനിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു ബാരിയർ പൊട്ടൻഷ്യൽ കാണാൻ പറ്റും. ആ ബാരിയർ പൊട്ടൻഷ്യൽ എങ്ങനെയാണ് ഉണ്ടാവുന്നത് എന്ന് നമ്മൾ സാധാരണ ഇപ്പോൾ ഒരു പി എൻ ജംഗ്ഷനെ കുറിച്ച് വർക്കിംഗ് ചോദിക്കുകയാണെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം? ഈ ഫിഗർ വരയ്ക്കാം. ഈ സീറോ ബയാസിങ്ങിൻ്റെ ഫിഗർ വേണമെങ്കിൽ നമുക്ക് എന്താണ്, ബയാസിങ് ചോദിച്ചിട്ടില്ലെങ്കിൽ കൂടി നമുക്ക് എന്ത് ചെയ്യാം? വർക്കിംഗ് ആയിട്ട് വർക്കിംഗ്, അതായത് പി ടൈപ്പ് പി എൻ ജംഗ്ഷനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് വരയ്ക്കാം. കാരണം എന്താണെന്ന് വെച്ചാൽ, അതായത് ഹോള് എന്ന് പറയുന്നത് എന്താണ്? പി ടൈപ്പിലും ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് ഓറഞ്ച് കളറിലും അതുപോലെ തന്നെ ഹോൾസ് എന്ന് പറയുന്നത് വൈറ്റ് കളറിലും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഈ ഹോൾസും ഇതും കൂടി, അതായത് ഇലക്ട്രോൺസും കൂടി, അതായത് പി ടൈപ്പും എൻ ടൈപ്പും കൂടി നമ്മൾ ജംഗ്ഷനിൽ വെച്ച് യോജിപ്പിക്കുമ്പോൾ ആ പി ടൈപ്പിൻ്റെയും നെഗറ്റീവിൻ്റെയും പോസിറ്റീവ് അയോൺസും അതുപോലെ തന്നെ നെഗറ്റീവ് ഇലക്ട്രോൺസും തമ്മിൽ എന്താണ്, ആ ജംഗ്ഷനിൽ വെച്ചിട്ട് എന്ത് ചെയ്യാണ്? ഡിഫ്യൂസ് ചെയ്ത് പോവുകയാണ്. അപ്പോൾ ആ ഡിഫ്യൂസ് ചെയ്ത് പോകുമ്പോൾ ആ ഒരു നമ്മൾ ആ മാർക്ക് ചെയ്ത സ്ഥലത്ത് എന്തുണ്ടാവില്ല? ഒരു ചാർജും ഉണ്ടാവില്ല, നെഗറ്റീവോ പോസിറ്റീവോ ചാർജ് ഉണ്ടാവില്ല. ഇൻ കേസ് ഇനിയിപ്പോൾ ഹോൾസിന് ഇപ്പുറത്തേക്കോ നെഗറ്റീവിന് ആ ബാരിയർ പൊട്ടൻഷ്യലിൻ്റെ അപ്പുറത്തേക്കോ പോകണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വേണം? അതിനെ എനർജൈസ് ചെയ്തിട്ട് ആ ബാരിയർ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഡിപ്ലീഷൻ റീജിയൻ ബ്രേക്ക് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഇങ്ങോട്ട് പോകാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ആ പോകുന്നതിനെ അല്ലെങ്കിൽ നമുക്ക് ഇതിൻ്റെ ചാർജ് ക്യാരി ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ കറണ്ട് ഫ്ലോ നടക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് എന്ന് പറയുന്നത് ബയാസിങ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ബയാസിങ് എന്ന് പറയുന്നത് 3 തരത്തിൽ ബയാസ് ചെയ്തിട്ടുണ്ട്. ഒന്ന് സീറോ ബയാസിങ്. ഇതിപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞത് സാധാരണ ഒരു എന്തിൻ്റെ പി എൻ ജംഗ്ഷൻ്റെ വർക്കിംഗ് ജസ്റ്റ് പറയുന്ന പോലെ ഒരു എക്സ്റ്റേണൽ പൊട്ടൻഷ്യൽ ഒന്നും കൊടുക്കാതെ ജസ്റ്റ് ഒരു പി എൻ ജംഗ്ഷൻ്റെ വർക്കിംഗ് മാത്രം പറയുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സീറോ ബയാസിങ് എന്ന് പറയുന്നത്. രണ്ടാമത്തത് എന്ന് പറയുന്നത് റിവേഴ്സ് ബയാസിങ് ആണ്. ദ വോൾട്ടേജ് പൊട്ടൻഷ്യൽ ഈസ് കണക്റ്റഡ് നെഗറ്റീവ് ടു ദ പി ടൈപ്പ് മെറ്റീരിയൽ ആൻഡ് പോസിറ്റീവ് to the n-type material across the diode, which has effect of increasing the PN junction diodes width അല്ലെങ്കിൽ ഡിപ്ലീഷൻ റീജിയൻ്റെ വിഡ്ത്ത്. ഓക്കെ, അതുപോലെ ഫോർവേഡ് ബയാസിംഗ് എന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ ഈസ് കണക്റ്റഡ് പോസിറ്റീവ്, വോൾട്ടേജ് പൊട്ടൻഷ്യൽ ഈസ് കണക്റ്റഡ് പോസിറ്റീവ് ടു ദ പി ടൈപ്പ് മെറ്റീരിയൽ, നെഗറ്റീവ് ടു ദ എൻ ടൈപ്പ് മെറ്റീരിയൽ. ദി എഫക്റ്റ് ഓഫ് ഡിക്രീസിങ് ദ PN junction diodes width. അതായത് സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, സീറോ ബയാസിംഗ് എന്ന് പറഞ്ഞാൽ ഒന്നും കൊടുക്കുന്നില്ല. പക്ഷേ ഫോർവേഡ് ബയാസിംഗ് അല്ലെങ്കിൽ റിവേഴ്സ് ബയാസിംഗ് എന്ന് പറഞ്ഞാൽ, അതിൽ റിവേഴ്സ് ബയാസിംഗ് എന്ന് പറഞ്ഞാൽ പോസിറ്റീവിലേക്ക്, അതായത് നമ്മളെ കാഥോഡിലേക്ക് എന്ത് ചെയ്യാണ്, പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ ആനോഡിലേക്ക് നമ്മൾ നെഗറ്റീവ് ടെർമിനലും കാഥോഡിലേക്ക് പോസിറ്റീവ് ടെർമിനലും കൊടുക്കുന്നതാണ് എന്തെന്ന് പറയുന്നത്
റിവേഴ്സ് ബയാസിങ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ആനോഡിലേക്ക് പോസിറ്റീവും കാഥോഡിലേക്ക് നെഗറ്റീവും ഒരേ ചാർജുള്ള ടെർമിനൽസ് തമ്മിൽ കണക്ട് ചെയ്യുന്നതിനാണ് നമ്മൾ ഫോർവേഡ് ബയാസിങ്. വ്യത്യസ്ത തരത്തിലുള്ള ടെർമിനൽസ് കണക്ട് ചെയ്യുന്നതിനാണ് റിവേഴ്സ് ബയാസിങ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം നമ്മൾ കൊടുക്കുന്ന ഒരു 0.1, 0.7, 0.3 ഒക്കെ ആയിരിക്കും ചില അധിക ഇതിൻ്റെയും ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് എന്ന് പറയുന്നത് ഡയോഡുകളുടെ. നമ്മൾ കൊടുക്കുന്ന വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ 5 വോൾട്ട് 10 വോൾട്ട് ഒക്കെ ആയിരിക്കും ചിലപ്പോൾ. അപ്പോൾ ഈ പോസിറ്റീവ് ടെർമിനൽ വരുമ്പോൾ നമ്മൾ കൊടുക്കുന്ന ബാറ്ററിയുടെ വോൾട്ടേജ് ആയിരിക്കും കൂടുതൽ. അപ്പോൾ നമ്മൾ എനർജൈസിങ് ആണ് കൂടുതൽ. അപ്പോൾ ആ ബാറ്ററിയുടെ റിവേഴ്സ് ബയാസിങ് നമുക്കറിയാം പോസിറ്റീവും നെഗറ്റീവും കൊടുത്താൽ അട്രാക്റ്റ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. അട്രാക്റ്റ് ചെയ്യും പോസിറ്റീവ് ടു നെഗറ്റീവിനെ. അപ്പം നമ്മൾ കൊടുക്കുന്ന പോസിറ്റീവ് ടെർമിനൽ ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനൽ വലുതാവുന്നത് കൊണ്ട് എന്ത് ചെയ്യും, ഡയോഡിലുള്ള ഹോൾസൊക്കെ ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനലിലേക്കും ഇലക്ട്രോൺസ് ഒക്കെ നെഗറ്റീവ് ടെർമിനലിലേക്കും പോകാനുള്ള ടെൻഡൻസി ഉണ്ടാവും. അപ്പോൾ ഡിപ്ലീഷൻ ലെയറിൻ്റെ വിഡ്ത്ത് വലുതായി വന്നിട്ട് അവസാനം അത് ബ്രേക്ക് ഡൗൺ ആയിട്ട് പിന്നെ അത് ഉപയോഗശൂന്യമല്ലാതെയാവും. അതുപോലെ തന്നെ ഫോർവേഡ് ബയാസിങ് എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ടു പോസിറ്റീവ്, അപ്പോൾ റിപ്പൽ ചെയ്യുക. അപ്പോൾ പോസിറ്റീവ് ടെർമിനലിലുള്ള ഹോൾസൊക്കെ ഡിപ്ലീഷൻ, അതായത് ജംഗ്ഷൻ്റെ ഭാഗത്തേക്ക് വരികയും ഇലക്ട്രോൺസ് അതുപോലെ നെഗറ്റീവ് നിന്ന് റിപ്പൽ ചെയ്തിട്ട് ജംഗ്ഷനിലേക്ക് വരികയും ആ ജംഗ്ഷൻ ബ്രേക്ക് ആവുകയും ആ ജംഗ്ഷൻ ബ്രേക്ക് ആയി കഴിഞ്ഞാൽ പിന്നെ ആ ഡയോഡിൻ്റെ ഉള്ളിൽ കൂടി എന്ത് ചെയ്യും, കണക്ഷൻ നടക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ഫോർവേഡ് ബയാസിങ് എന്ന് പറയുന്നത്. സാധാരണ എല്ലാ സെനർ ഡയോഡ് വെച്ച് ബാക്കിയുള്ള ഡയോഡുകളൊക്കെ ഫോർവേഡ് ബയാസിങ്ങിൽ മാത്രമാണ് എന്ത് ചെയ്യുന്നത്, വർക്ക് ചെയ്യുന്നത്. ഓക്കെ, കാരണം റിവേഴ്സ് ബയാസിങ്ങിൽ കറണ്ട് ഫ്ലോ ചെയ്യൂല. ഇനി ബ്രേക്ക് ഡൗൺ ആയി കഴിഞ്ഞാൽ പിന്നെ അതെന്തല്ല, ഉപയോഗശൂന്യമാവുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ അതിൽ സീറോ ബയാസിങ്ങിൻ്റെ കണക്ഷൻ നമ്മൾ നേരത്തെ പറഞ്ഞു. ഇനി അത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ പി എൻ ജംഗ്ഷൻ ഇൻ വിച്ച് നോ എക്സ്റ്റേണൽ വോൾട്ടേജ് സപ്ലൈഡ് ഈസ് കാൾഡ് സീറോ ബയാസ് പി എൻ ജംഗ്ഷൻ. സീറോ ബയാസ് പി എൻ ജംഗ്ഷൻ ആൾസോ കാൾഡ് അൺബയാസ്ഡ് പി എൻ ജംഗ്ഷൻ. അൺബയാസ്ഡ് എന്ന് തന്നെയാണ് എന്ത് സീറോ ബയാസ്ഡ് എന്ന് പറയുന്നത്. അതാണ് ഫിഗറിൽ കാണിച്ചിട്ടുള്ളത്. അറ്റ് എൻ ടൈപ്പ് സെമി കണ്ടക്ടർ ലാർജ് നമ്പർ ഓഫ് ഫ്രീ ഇലക്ട്രോൺസ് പ്രസന്റ് വിത്ത് പി ടൈപ്പ് സെമി കണ്ടക്ടർ സ്മാൾ നമ്പർ ഓഫ് ഫ്രീ ഇലക്ട്രോൺസ് പ്രസന്റ്. ഹെൻസ് the concentration of electrons in n-type semiconductor high while the concentration of electrons in p-type semiconductor is low. At p-type semiconductor large number of holes is present and n-type semiconductor small number of holes present. Hence the concentration of holes at p-type semiconductors is high while concentration of holes at n-type semiconductors is low. നമ്മൾ പറഞ്ഞത് തന്നെ മെജോറിറ്റി കാരിയേഴ്സ് അല്ലെങ്കിൽ കോൺസെൻട്രേഷൻ എൻ ടൈപ്പിൽ ഇലക്ട്രോൺസിൻ്റെ കോൺസെൻട്രേഷൻ കൂടുതലാവും, ഹോൾസിൻ്റെത് കുറവായിരിക്കും. അതുപോലെ തന്നെ എന്താണ് പി ടൈപ്പിൽ ഹോൾസിൻ്റെ കോൺസെൻട്രേഷൻ കൂടുതലും ഇലക്ട്രോൺസിൻ്റെ കോൺസെൻട്രേഷൻ കുറവും ആയിരിക്കും എന്നാണ് പറഞ്ഞത്. ഇതിപ്പോൾ നമ്മൾ ഇതിൻ്റെ മുന്നേ പറഞ്ഞ, അതായത് സാധാരണ ഡയോഡിൻ്റെ വർക്കിംഗ് തന്നെയാണ് എന്തെന്ന് പറയുന്നത് സീറോ ബയാസിങ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഫോർവേഡ് ബയാസിങ് ആണ്. ഓക്കെ, ഫോർവേഡ് ബയാസിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു എന്താണ്, എങ്ങനെയാണ് കണക്ഷൻ കൊടുക്കുന്നത് എന്ന് നമ്മൾ പറഞ്ഞു. അതേപോലെ തന്നെയാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, കണക്ഷൻ കൊടുത്തിട്ടുള്ളത് അല്ലേ, കണ്ടില്ലേ. പോസിറ്റീവ് ടെർമിനൽ എന്തിലേക്കാണ്, പി റീജിയനിലേക്കാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ നെഗറ്റീവ് ടെർമിനൽ എൻ റീജിയനിലേക്കാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എന്താ സംഭവിക്കുക, അവിടെ നമ്മൾ ബാറ്ററി കൊടുത്തപ്പോൾ ഇതിലുള്ള പി ടൈപ്പ് ഹോൾസിനൊക്കെ എന്തിനുള്ള ടെൻഡൻസി ഉണ്ടാവും, റിപ്പൽ ചെയ്യാനുള്ള, ഈ പോസിറ്റീവിനെ റിപ്പൽ ചെയ്യാൻ. അപ്പോൾ അത് റിപ്പൽ ചെയ്താൽ പോസിറ്റീവ്, ഇതാണ് ഹെവി വോൾട്ട് ആയതുകൊണ്ട് ഈ ഹോൾസ് മൊത്തം ഇങ്ങോട്ട് പോകാനുള്ള ടെൻഡൻസി ഉണ്ടാവും. ഓക്കെ, ഇതിന് മൊത്തം ഇങ്ങോട്ട് പോകാനുള്ള ടെൻഡൻസി ഉണ്ടാവും. അതുപോലെ തന്നെ ഇലക്ട്രോൺസിന് മൊത്തം ഇങ്ങോട്ട് പോകാനുള്ള ടെൻഡൻസി ഉണ്ടാവും. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യും, ഈ നെഗറ്റീവ് പൊട്ടൻഷ്യൽ, ബാരിയർ പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ ഡിപ്ലീഷൻ റീജിയൻ എന്ന് പറയുന്നത് എന്താവും, ബ്രേക്ക് ആവും. ഡിപ്ലീഷൻ റീജിയൻ ബ്രേക്ക് ആയി കഴിഞ്ഞാൽ പിന്നെ എന്താണ്, കറണ്ട് ഫ്ലോ ഇങ്ങനെ നടക്കും. ഓക്കെ, അതുപോലെ തന്നെ അതിലൊരു ചെറിയ റിവേഴ്സ് കറണ്ടും ഉണ്ടാവും. കാരണം എന്താ, ഈ മെജോറിറ്റി കാരിയേഴ്സ് ആയിട്ടുള്ള ഹോൾസിൻ്റെയും ഇലക്ട്രോൺസിൻ്റെയും ഫ്ലോ മുഖേന. ഓക്കെ, അപ്പോൾ അതെന്താ വെച്ചാൽ അതിങ്ങനെ ആയിരിക്കും, നെഗറ്റീവ് അല്ലേ, ഇങ്ങോട്ടാവും വരിക, അത് റിപ്പൽ ചെയ്യാനുള്ള പോസിറ്റീവ് ഇങ്ങോട്ടാവും, അത് റിവേഴ്സ് കറണ്ടും ഉണ്ടാവും. ഓക്കെ, ഇതാണ് എന്ന് പറയുന്നത് ഫോർവേഡ് ബയാസിങ് ഓഫ് എ പി എൻ ജംഗ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ,
അപ്പോൾ അതാണ് നമ്മൾ എന്താണ് അതിൻ്റെ ഫിഗറാണ് പറഞ്ഞിട്ടുള്ളത്. അത് നമ്മൾ അതിൻ്റെ ഇത് ഇഫ് ദർ ഈസ് ടു മേക്ക് ഇലക്ട്രിക്കൽ കണക്ഷൻ അറ്റ് എൻഡ്സ് ഓഫ് ബോത്ത് എൻ ടൈപ്പ് ആൻഡ് പി ടൈപ്പ് മെറ്റീരിയൽ വെൻ കണക്റ്റഡ് ടു ദ ബാറ്ററി സോഴ്സ്. If the suitable positive voltage is applied between the two ends of the PN junction, it can apply free electrons and holes with extra energy they require to cross the junction and width of the depletion region decrease. അതായത് എന്താണ്, നമ്മളൊരു എക്സ്ട്രാ എനർജി കൊടുക്കുകയാണ്, പോസിറ്റീവ് എനർജി കൊടുക്കുമ്പോൾ ഈ ഇലക്ട്രോൺസ് ഒന്ന് എനർജൈസ് ആയിട്ട് അതിന് എന്ത് ചെയ്യാനുള്ളതാവും, ടെൻഡൻസി മൂവ് ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ടാവും. റിപ്പൽ ചെയ്തുമ്പോൾ പി ജംഗ്ഷനിൽ വലത്തോട്ടും അതുപോലെ എൻ ജംഗ്ഷനിൽ ഇടത്തോട്ടുള്ളൊരു മൂവ്മെൻറ്റ് ഉണ്ടാവാനും ഈ ജംഗ്ഷൻ ബ്രേക്ക് ചെയ്യാനും ഡിപ്ലീഷൻ റീജിയൻ കുറഞ്ഞ് ജംഗ്ഷൻ ബ്രേക്ക് ചെയ്യാനും അതിലൂടെ കറണ്ട് കണ്ടക്ഷൻ ഉണ്ടാവാനുള്ളൊരു സാധ്യത എന്താണ്, കൂടുതലാണ്. ഓക്കെ, എന്തിൽ, പി എൻ ജംഗ്ഷനിൽ ഫോർവേഡ് ബയാസിങ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് റിവേഴ്സ് ബയാസിങ് ആണ്. റിവേഴ്സ് ബയാസിങ് ആകുമ്പോൾ നമുക്കറിയാം എന്താണ് സംഭവിക്കുന്നത്, നെഗറ്റീവ് ടെർമിനൽ പോസിറ്റീവിലേക്കും പോസിറ്റീവ് ടെർമിനൽ നെഗറ്റീവ് എൻ ടൈപ്പിലേക്കുമാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എന്താ ഉണ്ടാവുക, ഇവിടെയാണ്, അതായത് ബാറ്ററിയിലാണ് നമ്മൾ കൊടുക്കുന്ന എനർജൈസിങ് വോൾട്ടേജ് ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തിന്, പോസിറ്റീവ് ഹോൾസിന് അയോൺസിന് എന്തിനുള്ള ടെൻഡൻസി ഉണ്ടാവും, ഇങ്ങോട്ട് പോകാനുള്ള ടെൻഡൻസി ഉണ്ടാവും. ഓക്കെ, അതുപോലെ തന്നെ നെഗറ്റീവ് ഇലക്ട്രോൺസിന് എന്തുണ്ടാവും, ഇങ്ങോട്ട് പോകാനുള്ള, ഇതിനെ അട്രാക്ട്, ഇങ്ങോട്ട് പോകാന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇതിലെ വന്ന് ഇങ്ങോട്ട് അട്രാക്ട് ചെയ്യാനുള്ള ഫോഴ്സാണ് കേട്ടോ. ഇങ്ങനെ വന്ന് ഇങ്ങനെ അട്രാക്ട് ചെയ്യാനുള്ള എന്തുണ്ടാവും, ഒരു ടെൻഡൻസി ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് ഡിപ്ലീഷൻ്റെ സാധനങ്ങൾ ഇങ്ങോട്ട് വരും. അപ്പോൾ ഇതെന്താണ്, ഈ ജംഗ്ഷൻ്റെ വൈഡ് ഡിപ്ലീഷൻ റീജിയൻ ഹെവി കുറഞ്ഞ് കൂടി അവസാനം ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് ആയിക്കഴിഞ്ഞാൽ ഇതെന്താവാനുള്ള സാധ്യത ഉണ്ട്, ബ്രേക്ക് ഡൗൺ ആവാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ ഈ ബ്രേക്ക് ഡൗൺ ആയി കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് ആ ഡയോഡ് ഡാമേജ്ഡ് ആയി പോവും. അതിനെ പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അത് ഓവർ വോൾട്ടേജ് വന്നാലാണ് എന്ത് ചെയ്യുക, ബ്രേക്ക് ഡൗൺ ആവുക. അത് ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് ആണ്. ആ ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, സാധാരണ രീതിയിൽ ഡയോഡിനെ യൂസ് ചെയ്യാൻ പറ്റില്ല. അതാണ് എന്തെന്ന് പറയുന്നത്, റിവേഴ്സ് ബയാസിങ് എന്ന് പറയുന്നത്. അതാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. അപ്ലൈ നെഗറ്റീവ് വോൾട്ടേജ് അല്ലെങ്കിൽ റിവേഴ്സ് ബയാസ് റിസൾട്ട് ഫ്രീ ചാർജസ് പുൾഡ് അവേ ഫ്രം ദ junction resulting the depletion layer width being increased. This has the effect of increasing or decreasing effective resistance of the junction itself, allowing blocking current flow through the diode. അതായത് റെസിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്യാനോ ഉള്ള സാധ്യത ഉണ്ട്. അപ്പോൾ എന്താവും, അത് ഡാമേജ് ആവാനുള്ള സാധ്യത എന്താണ്, കൂടുതലാണ്. എന്തിൻ്റെ ഫങ്ഷനിൽ വരുമ്പോൾ, ഡയോഡിൻ്റെ ഫങ്ഷനിൽ വരുമ്പോൾ. ഓക്കെ, ഇതിൻ്റെ വോൾട്ടേജ് കറണ്ട് ക്യാരക്ടറിസ്റ്റിക്സ് നമുക്ക് പഠിക്കാനുണ്ട്. അത് ഒരു ഇമ്പോർട്ടൻറ്റ് പോർഷൻ ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, അത് നമുക്ക് അടുത്ത സെക്ഷനിൽ നമുക്ക് പഠിക്കാം. അതുപോലെ തന്നെ നമുക്ക് വേറൊരു കാര്യം കൂടി ഡിസ്കസ് ചെയ്യാനുണ്ട്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, ഇൻട്രിൻസിക് സെമി കണ്ടക്ടറിൻ്റെയും എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടറിൻ്റെയും കമ്പാരിസണും അതുപോലെ തന്നെ പി ടൈപ്പ് എൻ ടൈപ്പ് സെമി കണ്ടക്ടറിൻ്റെ കമ്പാരിസണും കൂടി നമുക്ക് എന്ത് ചെയ്യാനുണ്ട്, ഡിസ്കസ് ചെയ്യാനുണ്ട്. അപ്പോൾ ഈ രണ്ട് പോർഷൻസും ചെറിയ പോർഷൻസ് ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, അത് അടുത്ത സെക്ഷനിൽ നമുക്ക് എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം. ഓക്കെ.